പല മനുഷ്യരും സംസാരിക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് പൈൽസ് ആൻഡ് ഫിസ്റ്റുല. സോ അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് അതിൻ്റെ എക്സ്പേർട്ടാണ് ഡോക്ടർ ഡിക്റ്റിൻ ജെ പൊന്മല. ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഓൾമോസ്റ്റ് 10 വർഷമായി. എനിക്ക് കൂടുതലും വന്നിട്ടുണ്ടാവുക മെയിൽ പേഷ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഫീമെയിൽസിന് ഈ ഒരു അസുഖം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ പെൺകുട്ടികൾ, നമുക്ക് +2 കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഫിഷർ എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ട്. മലദ്വാരത്തിൻ്റെ അവിടെ മുറിയുന്ന അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത്. ഈ പൈൽസ് ഫിസ്റ്റുല അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓരോ അസുഖത്തിനനുസരിച്ച് അത് വാരി ചെയ്യും. ഇപ്പോൾ പൈൽസിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റിക്കവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. മേ ബി ഒരു 3-4 ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 1 വീക്ക് എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക്. ഈ രോഗികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റ് എന്തായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് മുമ്പായിട്ട്? സ്ട്രെയിൻ ചെയ്താണ് ടോയ്ലറ്റിൽ പോകുന്നത്. സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ കൂടുതലായിട്ട്. ആയുർവേദം എന്നുള്ളതല്ല, പൊതുവേ ഹോം റെമഡീസ് ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുക. അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബ്ലീഡിങ് ഉണ്ട്, നമുക്ക് OTC ആയിട്ട്, അതായത് ഓവർ ദി കൗണ്ടറായിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് സിംറ്റംസ് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു ഡോക്ടറെ കണ്ട് മലദ്വാരം പരിശോധിക്കണം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതിനകത്ത് പൈൽസ് ആണോ ഫിഷറാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈവൻ ക്യാൻസർ വരെയാണ്. ഹായ് ഗൈസ്, എൻ്റെ പേര് ബാഹിർ അഹമ്മദ് ആൻഡ് വെൽക്കം ടു എൻട്രി ഹെൽത്ത് കെയർ ടോക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. കാരണം പല മനുഷ്യരും സംസാരിക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് പൈൽസ് ആൻഡ് ഫിസ്റ്റുല. സോ അതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് അതിൻ്റെ എക്സ്പേർട്ടാണ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് ഡോക്ടർ ഡിക്റ്റിൻ ജെ പൊന്മല ടു ദ ഷോ. സർ, വെൽക്കം ടു ദ ഷോ. ഹൗ ആർ യു സർ? ഫൈൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും പറയാൻ മടിക്കുന്നൊരു ടോപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പൈൽസ് എന്ന് പറയുന്നത്. സാർ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്തത്? എന്തായിരുന്നു അതിൻ്റെ കാരണം? ഞാൻ ട്രിവാൻഡ്രം ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ് പഠിച്ചത്. ഓക്കെ. അപ്പം നമുക്കവിടെ എക്സ്റ്റെൻസീവായിട്ട് ഇതിൻ്റെ പേഷ്യൻസ് ഉണ്ട്. അതായത് ഒരു ദിവസം തന്നെ 10-50 OP ഒക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സർജറിയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു നേരത്തോട്ട്. അതുകൊണ്ട് ആയുർവേദത്തിൽ സർജറി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കേരളത്തിൽ വളരെ കുറവാണ്. അപ്പം നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്ന ആയുർവേദ ഡോക്ടേഴ്സ് ചെയ്യുന്ന സർജറി എന്ന് വെച്ചാൽ എനോറെക്ടൽ സർജറീസ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സ്കോപ്പുള്ള ഒരു മേഖല, അതായത് ഇപ്പം പലപ്പോഴും ഫിസ്റ്റിലേക്ക് ആണെങ്കിൽ തന്നെ പല സർജറികൾ കഴിഞ്ഞിട്ട് വരുന്ന കേസുകളാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആയുർവേദത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്, ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ പ്രോക്ടോളജി എന്നുള്ളത്. അതിൻ്റേതായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് പലതും ഉണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു ഇതെന്നുള്ള രീതിയിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മളുടെ സർജറി ഉണ്ട്. ആയുർവേദത്തിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സർജറിയുടെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോക്ടോളജി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പൈൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെന്നിലാണ് നമ്മുടെ ആൾക്കാണ് കൂടുതൽ വരാറ്, മെൻസിനാണ് കൂടുതൽ പൈൽസ് വരാറെന്ന് പറയാറുള്ളത്. അതുപോലെ സൈലൻ്റ് ആയിട്ട് വുമൻസിന് വരാറുണ്ട്, പക്ഷെ അത് കൂടുതൽ അറിയപ്പെടാറില്ല. സോ ഈ വുമൻസിന് വരുന്നത് അത് സാധാരണയാണോ, അല്ലെങ്കിൽ ചിലത് പറയാറുണ്ട് പ്രഗ്നൻസി ടൈമിലാണ് പൈൽസ് വരാറുള്ളത്. സോ അതിൻ്റെ ഒരു ഇതെന്താണ്? ഞാനിപ്പം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഓൾമോസ്റ്റ് 10 വർഷമായി. 10 വർഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൂടുതലും വന്നിട്ടുണ്ടാവുക മെയിൽ പേഷ്യൻസ് ആയിരിക്കും. പക്ഷേ ഫീമെയിൽസ്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഫീമെയിൽസിന് ഈ ഒരു അസുഖം ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ മൊത്തത്തിൽ അവർ കൂടുതലും പുറത്ത് പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് കൂടുതലായിട്ടും ഫീമെയിൽ പേഷ്യൻസിൻ്റെ ഇത് കുറയുന്നത്. പൊതുവേ ഇപ്പം ഞാനൊരു മെയിൽ ഡോക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഫീമെയിൽ പേഷ്യൻസും നമ്മുടെ അടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതലും ഫീമെയിൽ ഡോക്ടേഴ്സിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുക. ബട്ട് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു പർട്ടിക്കുലർ റേഷ്യോ ഇതായിട്ട് വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് സിമിലറാണ്. അതായത് മെയിൽസിലും ഉണ്ടാകുന്നതും ഫീമെയിൽസിലും ഉണ്ടാകുന്നതും അസുഖങ്ങളുണ്ടാകുന്നതും ഓൾമോസ്റ്റ് സിമിലറാണ്. അതിൽ തന്നെ മലബന്ധം എന്നുള്ള കണ്ടീഷൻസ് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമൽ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ മസിൽസ് വീക്കാവുകയും അത് നിമിത്തം നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ സ്ത്രീകൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം രാവിലെ
ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമൊക്കെയാണെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ മദറായിരിക്കും കിച്ചണിൽ ഇതെല്ലാം കുക്ക് ചെയ്യുന്നതും ബാക്കി ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കി വിടുന്നത്. ഇത് അപ്പോൾ അവരവരുടെ ഹെൽത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ടോയ്ലറ്റിൽ പോകാനും ബാക്കി ഇതൊന്നും അവർ അത്ര കെയർ ചെയ്യില്ല. അപ്പം അങ്ങനെ കെയർ ചെയ്യാതെ അവർ നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും മലദ്വാര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അവർ നമ്മളെ സ്ത്രീകൾ ഏറ്റവും മാക്സിമം അതായത് അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ലെവലിൽ വരുമ്പോഴായിരിക്കും മിക്ക സ്ത്രീകളും ഡോക്ടേഴ്സിനെ കാണുന്നതും ഇതൊക്കെ. അവർ പരമാവധി മൂടി വെക്കും. അതിന് ശേഷം തീരെ പറ്റാതെ വരുമ്പോഴത്തേക്കാണ് കൂടുതലും ഡോക്ടേഴ്സിനെ. പക്ഷേ ഇപ്പോഴത്തെ യങ് ജനറേഷനൊന്നും അങ്ങനെയല്ല, കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് തന്നെ പറയുകയാണെങ്കിൽ ചെറിയ പെൺകുട്ടികൾ, അതായത് ഇപ്പോൾ ഒരു +2 തൊട്ട് നോക്കാം നമുക്ക്. +2 ഇല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഫിഷർ എന്ന് പറഞ്ഞ അസുഖം വരുന്നുണ്ട്. മലദ്വാരത്തിൻ്റെ അവിടെ മുറിയുന്ന അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ക്രോണിക് കണ്ടീഷനിലേക്ക് പോകുന്നു. ഫിഷർ 2 തരത്തിലുണ്ട്, അക്യൂട്ട് ഫിഷറും ക്രോണിക് ഫിഷറും. ഇപ്പോൾ ഒരു 100 പേര് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം മലദ്വാരത്തിൻ്റെ അവിടെ ചെറിയൊരു പുകച്ചിലൊക്കെ ഉണ്ടാകാത്ത ആൾക്കാർ വിരളായിരിക്കും. അപ്പം ഈ പുകച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ ഫിഷർ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊരു അക്യൂട്ട് കണ്ടീഷനാണ്, അത് അവർക്ക് സ്ഥിരമായിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പലപ്പോഴും വീട്ടിൽ മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതായത് കോളേജിലെ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ, കോമൺ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല അവർ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം അതിന് നമുക്ക് അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ രാവിലെ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയില്ല, എന്നാലും അവർ ടോയ്ലറ്റിൽ പോയിട്ടായിരിക്കും പോവുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും അവർ പിടിച്ചു വെക്കും. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ടോയ്ലറ്റിൽ പോവുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കാണ് നമുക്ക് ഫിഷർ എന്ന് പറഞ്ഞാൽ അത് ഈ യങ് അഡൾട്ട്സിനകത്ത്, എസ്പെഷ്യലി ഫീമെയിൽസിനകത്ത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈയിടെയായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പൈൽസ്, ഫിസ്റ്റുല, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പം നമുക്കൊരു മെഡിസിൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിൻ്റെ ഇതൊക്കെ പറയുകയാണെങ്കിൽ, ആഡൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പം സാധാരണ ഒരു പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇത് മൂന്നും ഒരേ മരുന്ന് കൊണ്ട് മാറും എന്നുള്ളൊരു പരസ്യം കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ പരസ്യം അതായത് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. കാരണം ഇത് മൂന്ന് അസുഖമാണ്. ഇതിൻ്റെ അകത്ത് ബേസിക്കായിട്ട് വരുന്ന ഒരു കോമൺ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അവിടെ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് ഒരു ദശ, മലദ്വാരത്തിനകത്തുനിന്ന് ഒരു ദശ പോലെ പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്. പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രീക്ക് വാക്കുന്ന വരുന്ന, അതായത് ബ്ലഡ് ഫ്ലോയിങ് എന്നാണ്. അതായത് ഹെമാറൂസ് എന്നാണ്. ഹെമ എന്ന് പറഞ്ഞാൽ ബ്ലഡ് എന്നും റൂസ് എന്ന് പറഞ്ഞാൽ ഫ്ലോയിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. അതായത് മലദ്വാരത്തിനകത്തുണ്ടാകുന്നതിനെ ഹെമറോയിഡ്സും പുറമേ വീർത്ത് വരുന്നതിന് പൈൽസ് എന്ന് പറയും. അകത്തുണ്ടാകുന്നതും പൈൽസാണ്, പക്ഷെ പുറത്ത് ഉള്ളതെന്ന് വെച്ചാൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഹെമറോയിഡ്സ് എന്ന് പറയാൻ പറ്റില്ല, പൈൽസാണത്. പുറമേ ഉണ്ടാകുന്ന പൈൽസ് എന്ന് വെച്ചാൽ പെയിൻഫുള്ളാണ്, അകത്തുണ്ടാകുന്ന ഇതെന്ന് വെച്ചാൽ പെയിൻലെസ് ആണ്. പൊതുവേ ഉണ്ടാകുന്ന പൈൽസ് എന്ന് പറഞ്ഞാൽ പെയിൻലെസ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും പെയിൻ ഉണ്ടായിട്ടായിരിക്കും മിക്കപ്പോഴും ഡോക്ടറെ സമീപിക്കുക. അത് കൂടുതലും ഫിഷർ കൊണ്ടാണ് ഉണ്ടാവാറ്. ഇല്ലെങ്കിൽ ഗ്രേഡ് 4 ഹെമറോയിഡ്സ്, ഇല്ലെങ്കിൽ പുറമേ ഫുള്ളായിട്ട് വീർത്ത് വയ്ക്കുന്ന പൈൽസിന് പെയിൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടതാണ്. നമ്മൾ ഈ യൂറോപ്യൻ ക്ലോസിൽ കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈൽസ് വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ യങ് ജനറേഷൻ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫോണിലാണ് ഇരുന്നിട്ട് കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടല്ലോ. സോ അങ്ങനത്തെ ആൾക്കാർക്ക് പൈൽസ് വരാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട്. അത് നമ്മൾ ഒരുപാട് നേരം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാകുന്ന റീസൺ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, ശരിയായ രീതിയിലല്ല മലശോധന. ശരിക്കും ടോയ്ലറ്റിൽ, അതായത് ശരിക്കും ഒരു അർജ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് മലശോധനയ്ക്ക് മലം പോകാൻ തോന്നുന്ന ഒരവസ്ഥ, അതിന് നമുക്ക് അർജ് എന്നാണ് പറയാം. അപ്പോൾ ആ ഒരു അർജ് വന്നിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ലെസ് ദാൻ 1 മിനിറ്റ് മതി ടോയ്ലറ്റിൽ. അപ്പം നമ്മൾ ഈ കുറേ നേരം ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ട് തോന്നലില്ലാതെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരുന്നത്. അതായത് ഇപ്പം മൊബൈലൊക്കെ വെച്ചിരിക്കുന്നതല്ലേ മിക്കപ്പോഴും ഉണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെയാണ്, രാവിലെ എഴുന്നേൽക്കുന്നു, ടോയ്ലറ്റിൽ പോകുന്നു, അവിടെ കുറേ നേരം ഇരിക്കുന്നു, എന്നിട്ട് പോകുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശരിക്കും മലശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മലം പോകുന്നുണ്ടെങ്കിൽ
അതാണ് ശരിയായിട്ടുള്ള മലശോധന. അല്ലാതെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് പിന്നീടല്ല മലം പോകേണ്ടത്. ഓക്കെ. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നത്തില്ലേ? നമ്മൾ പോയിട്ട് കുറേ നേരം നിന്നതിന് ശേഷമാണ് മൂത്രം പോകണത്? അല്ല. നമ്മൾ പോകുമ്പോഴേ നമുക്ക് മൂത്രം ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോരും. അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് മലശോധനയും. അത് ശരിക്കും തോന്നിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ. അതിന് ഇന്ന സമയമൊന്നുമില്ല. രാവിലെ, ഉച്ചയ്ക്കോ, വൈകിട്ടോ, രാത്രി അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണോ തോന്നുന്നത് അപ്പോഴേ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ടോയ്ലറ്റ് ആണെങ്കിലും പുറത്തുള്ള ടോയ്ലറ്റാണ്, ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാം നല്ല ക്ലീനായിട്ട് വെക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോഴാണ് ഇപ്പോൾ പലർക്കും എന്താണ് ക്ലീൻലിനെസ് വളരെ ഒരു ഫാക്ടറാണ്. അപ്പം മാക്സിമം ഇപ്പോൾ ഈവൻ ഓഫീസ് അതോറിറ്റീസ്, സ്കൂൾസ്, ഇതെല്ലാം നമ്മളെ ഗവൺമെൻറ് തന്നെ ഒരു എന്താണ് ഇപ്പം പെട്രോൾ പമ്പിലുള്ള ടോയ്ലറ്റ്സൊക്കെ ഇത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണം. ഇതൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് ആൾക്കാർ പിടിച്ചു വെച്ച് നിൽക്കും. അത് അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവും. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പറയാൻ അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് ഒരാൾക്ക് ഇത് എനിക്കിത് ഉണ്ട് എന്ന് പറയാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഹോം റെമഡീസ്, ആയുർവേദത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. സോ അങ്ങനെ ആയുർവേദം കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണോ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്? ആയുർവേദം എന്നുള്ളതല്ല, പൊതുവേ ഹോം റെമഡീസ് ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുക, ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യങ്ങളാണ്. അതായത് സ്വയമായിട്ട് ചികിത്സിക്കുന്ന സ്വന്തം ചികിത്സ എന്നുള്ള രീതിയിൽ. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബ്ലീഡിങ് ഉണ്ട്, ഇപ്പം നമുക്ക് OTC ആയിട്ട്, അതായത് ഓവർ ദി കൗണ്ടറായിട്ട് മെഡിസിൻ വാങ്ങിക്കാൻ പറ്റും. അപ്പം അതൊക്കെ അലൗഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് സിംറ്റംസ് വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു ഡോക്ടറെ കണ്ട് മലദ്വാരം പരിശോധിക്കണം. അതായത് മലദ്വാരം പരിശോധിക്കണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബ്ലീഡിങ് ഉണ്ട്, നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അതിൻ്റെ അകത്ത് പൈൽസ് ആണോ ഫിഷറാണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. ഈവൻ ക്യാൻസർ വരെ ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ ഏർലി സ്റ്റേജ് ഡിറ്റക്ഷൻ ആണെങ്കിൽ നമുക്കത് പരിപൂർണമായിട്ട് സുഖപ്പെടുത്താവുന്ന കാര്യമാണ്. വളരെ ചെറിയ പ്രൊസീജിയർ ഇല്ലെങ്കിൽ എന്താണ് മെഡിക്കേഷൻ കൊണ്ടും ഇതൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഓങ്കോളജി സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാം. പക്ഷേ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ, എനിക്ക് അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ട്. അതായത് ഏർലി സ്റ്റേജ് ഡിറ്റക്ഷനിൽ കിട്ടിയ പേഷ്യൻസ് ഇപ്പോൾ വളരെ സുഖമായിട്ടിരിക്കുന്ന ഒത്തിരി പേഷ്യൻസിനെ നമുക്കറിയാം. ഏർലി സമയത്ത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സർജറി കാര്യങ്ങളിലേക്ക് പോവാതെ തന്നെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമോ? അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ കൂടുതലും നമ്മളത് ട്രീറ്റ് ചെയ്യാതെ നമ്മളൊരു ഓങ്കോളജിസ്റ്റിനെ റെഫർ ചെയ്യുകയാണ് കൂടുതലും ചെയ്യുക. ഫർദർ അവരാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. നമ്മൾ ക്യാൻസറാണ് എന്നുള്ളത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മലദ്വാരത്തിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫുൾ ടാർഡായിട്ടുള്ള റബ്ബറൈസ്ഡ് ആയിട്ടുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ആയിരിക്കും. ഇപ്പം മലദ്വാരം ഭയങ്കര സ്മൂത്താണ്. ഇപ്പം മലദ്വാരം വിരലിട്ട് പരിശോധിക്കുമ്പോൾ വളരെ സ്മൂത്തായിരിക്കും നോർമലി. ഇപ്പോൾ ക്യാൻസറസ് ഒക്കെ ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര അൺഈവൻ ആയിരിക്കും, ഭയങ്കര ഒരു റഫായിട്ട് ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ വിരലിട്ട് പരിശോധിച്ചാൽ തന്നെ, അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ജസ്റ്റ് ഒരു ഡോക്ടറെ കണ്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സർജനെങ്കിലും അറ്റ്ലീസ്റ്റ് കണ്ട് മലദ്വാരം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുക, അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാൻ പറ്റും. സാർ, ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ഉണ്ടല്ലോ, അത് വേറെ ക്ലിനിക്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും പേറ്റൻറ്റ് അവൈലബിൾ ആണോ? നമ്മൾ പേറ്റൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലദ്വാര പരിശോധനയ്ക്കുള്ള ഡിവൈസ് നമ്മുടെ ഓൺ പേറ്റൻ്റാണ്. അതായത് നമ്മളിവിടെ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേഷ്യൻ്റിനെ ആദ്യം എക്സാമിൻ ചെയ്ത് അവർക്ക് മലദ്വാരം കംപ്ലീറ്റ് ആയിട്ട് എന്താണ് കണ്ടീഷൻ എന്നുള്ളത്, നമ്മൾ വെറുതെ ഒരു സർജറി ഇല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്നുള്ളതിലുപരി നമ്മൾ കൂടുതലും പേഷ്യൻറ്റിനെ ബോധവൽക്കരിക്കുക. കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഈ ഫീൽഡ്. അതായത് രോഗിക്ക് എന്താണ് അവരുടെ അസുഖം എന്നുള്ളത് മനസ്സിലാവണം. അപ്പം രോഗിക്ക് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം. ഇപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും സർജറി
കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസൊക്കെ ഉണ്ട്. ഇപ്പം ഫിഷറിന് സർജറി ചെയ്തിട്ടുണ്ടാവും, മലദ്വാരം ഓൾറെഡി ലൂസായിരിക്കും, എന്നിട്ടും അവർക്ക് ഫിഷർ ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡയറ്റ് ഹാബിറ്റോ ഇല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ മലശോധന ശരിയായ രീതിയിൽ അത് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു അസുഖത്തിൽ നിന്ന് മാറ്റം വരും. അപ്പം സർജറി ചെയ്തിട്ടുണ്ടാവും, ബട്ട് അവർക്ക് ടോയ്ലറ്റിൽ പോകുന്നത് വീണ്ടും അവർ ഇതേ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫിഷർ വരാം. മനസ്സിലായില്ലേ? അപ്പം അത് ആ ഒരു ജസ്റ്റ് അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത് ശരിയായി പോകും. അപ്പം അതുപോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേഷ്യൻറ്റിന് തറോ നോളജ് വേണം ഇന്ന അസുഖമാണെന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയൊക്കെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ, എന്തൊക്കെ ഭക്ഷണം എന്തൊക്കെ ഭക്ഷണം കഴിച്ചുകൂടാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കുറേ മരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇതൊക്കെ ഒത്തിരി റിസൾട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ്, ഫ്രൈഡ് ഫുഡ്സ്, അങ്ങനെ കുറേ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഫുഡ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മലശോധന ചെയ്യണമെങ്കിൽ മലം വേണം അല്ലേ? മലം ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഫൈബർ വേണം. നമ്മളിപ്പോൾ ഈ ജങ്ക് ഫുഡ്സൊക്കെ കഴിക്കുന്നു പറഞ്ഞു, ഇതിൻ്റെ അകത്തൊന്നും തന്നെ ഫൈബർ ഇല്ല. അത് മാത്രമല്ല, നമുക്ക് പലപ്പോഴും ഇതിൻ്റെ മസാലകൾ, ഇപ്പം ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ നമ്മുടെ വയറിനകത്ത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇത് ഈ പറഞ്ഞ ഒരുപാട് എരിവുള്ള മസാലകൾ, ഇതെല്ലാം ഇറിറ്റൻസ് ആണ്. ഇത് നമ്മുടെ വയറ്റിനകത്ത് നമ്മുടെ ദഹനത്തിന് ശരിക്കും ബാധിക്കാം. അപ്പം അങ്ങനെ ബാധിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വയറ്റിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ പറഞ്ഞാൽ നാരുള്ള ഭക്ഷണം ഇല്ല. അപ്പം നമുക്ക് ഒരു ദിവസം ഒരു ആവറേജ് ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു 25 തൊട്ട് 30 ഗ്രാം വരെ ഫൈബർ വേണമെന്നാണ് കണക്ക്. അപ്പം അത്രയും ഫൈബർ ഉണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് മലം ഉണ്ടാവുക. മലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ തോന്നുക. അപ്പം ഫൈബറുള്ള ഫുഡ് വേണം. ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് കുഴപ്പമില്ല, അത് എല്ലാ ദിവസവും നമുക്ക് റിപ്പീറ്റഡായി കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യമുണ്ടാവും. പക്ഷേ നമ്മളൊരു ക്രമീകരിച്ചിട്ടുള്ളൊരു ഫുഡിനകത്ത് ഫൈബർ വേണം. ഇപ്പം എല്ലാവരും പറയും ചിക്കൻ കഴിക്കുന്നതുകൊണ്ടാണ് പൈൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും അത്. കാരണം ചിക്കൻ കഴിക്കുമ്പോൾ ആൾക്കാർ ചിക്കൻ കഴിക്കാൻ പാടില്ല, അത് സയൻറ്റിഫിക്കലി ഇതുവരെയായിട്ടും പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ് ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പൈൽസ് ഉണ്ടാവും എന്നുള്ളത്. കാരണം ചിക്കൻ നമുക്ക് ശരീരത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, നല്ല ഫാറ്റ് വേണം, ഇതെല്ലാം വേണ്ടതാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആൾക്കാർ ചിക്കനെ പൈൽസിൻ്റെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. അത് ഞാനൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. ഇന്നലെ എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പേഷ്യൻറ്റിന് 25 ഇയേഴ്സ് മുന്നേ എങ്ങാണ്ട് ഒരു അസുഖം വന്നിട്ടുണ്ട്. അതായത് മലദ്വാരത്തിൻ്റെ അവിടെ പൈൽസ് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പുറത്തേക്ക് തള്ളി വരുന്നില്ല, പക്ഷെ ആൾക്കുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിനും ബ്ലീഡിങ്ങും ഉണ്ടായി. അപ്പം മിക്ക ആൾക്കാർക്ക് ഈ ബ്ലീഡിങ് കാണുമ്പോഴത്തേക്ക് പൈൽസ് ആണെന്നുള്ള ധാരണയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഒറ്റമൂലിയോ അങ്ങനെ ഒരു ഇത് കഴിച്ചു, അതായത് നാട്ടുവൈദ്യമായിട്ടോ അങ്ങനെ ചെയ്തു. അവിടെ തന്നെ ഡോക്ടേഴ്സൊന്നുമല്ല, അവിടെ ഒറ്റമൂലിയായിട്ട് കഴിക്കുന്ന ഒരു സാധനം കഴിച്ചു. ആൾ മാറി. ആൾക്ക് പിന്നെ 25 വർഷമായിട്ട് യാതൊരു പ്രശ്നമില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ പറഞ്ഞ പൈൽസ് അസുഖമാണെന്ന് അറിയാതെ, അതായത് അക്യൂട്ട് ഫിഷറാണ് അയാൾക്ക് ഉണ്ടായത്. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞ കണ്ടീഷനായിരിക്കും, അതുകൊണ്ട് മാറി. അതിപ്പം ഞാൻ പറഞ്ഞല്ലോ, അക്യൂട്ട് ഫിഷർ എന്നുള്ള കണ്ടീഷൻ നമുക്കൊരു മെഡിസിൻ ഇല്ലാതെ പോലും മാറാം. മെഡിസിൻ കഴിക്കുക, അങ്ങനെ മെഡിസിൻ, അതായത് മാറിയില്ലെങ്കിൽ മാത്രമാണ് നമുക്കൊരു മെഡിസിൻ എന്നുള്ളത്. അക്യൂട്ട് ഫിഷറിന് സർജറിയിലേക്ക് പോകേണ്ട ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ വളരെ റെയറാണ്. അല്ലേ? ഇപ്പം 100 ഇല്ലെങ്കിൽ 1000 ഇല്ലെങ്കിൽ 1,00,000 ചിലപ്പോൾ 1-2 ആയിരിക്കും ചിലപ്പം സർജറിയിലേക്ക് പോകേണ്ടത്. അപ്പം മെജോറിറ്റി ഉള്ളതെന്ന് വെച്ചാൽ മെഡിസിൻ കൊണ്ട് തന്നെ മാറേണ്ട അസുഖമാണ്. അപ്പം അതാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞ് ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പം അയാൾക്കത് മാറി. അപ്പം അയാൾ 2-3 പേരോട് പറയും, ഇന്നത് കഴിച്ചാൽ ഇന്ന അസുഖം മാറും എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ആണ് ആർക്കോ ചിക്കൻ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പറഞ്ഞ് ഇപ്പം
ഇപ്പം പലരും പറയും താറാമുട്ടയ്ക്കകത്ത് ഉപ്പിട്ട് കഴിക്കുമ്പം ഇത് മാറുമെന്നാണ്. ബേസിക്കലി ഇതിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഇതിൻ്റെ അകത്ത് കൊടുക്കാനില്ല. ബട്ട് എല്ലാവരും പറയും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ചിക്കൻ ഒഴിവാക്കിയിട്ട് പോലും ഇങ്ങനെ അസുഖം വരുന്ന ആൾക്കാരും ഉണ്ട്. അതായത് ചിക്കൻ ഒഴിവാക്കി പലരും വന്ന് പറയാറുണ്ട് ചിക്കൻ ചാറായി കൂട്ടിയുള്ളൂ. കൂടുതലായിട്ടും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ വയറ്റിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് പ്രശ്നങ്ങൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിനകത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പൈൽസിന് അത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് നമുക്ക് ഇപ്പോൾ പലർക്കും ചെമ്മീനൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പ്രശ്നം. അതായത് ശരിക്കും ചെമ്മീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മത്സ്യമല്ല, ക്രസ്റ്റേഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും അതിൻ്റെ അകത്ത് പല ടോക്സിക് ആയിട്ടുള്ള കണ്ടൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കഴിക്കുമ്പോൾ പല ആൾക്കാർക്കും വയറ്റിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ക്രസ്റ്റേഷ്യൻസ് വിഭാഗത്തിലൊക്കെ വരുന്ന സാധനത്തിനകത്ത് ടോക്സിക് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വയറ്റിനകത്ത് എപ്പോഴും പിടിക്കുന്നില്ല. ഓക്കെ. ഇപ്പോൾ നേരത്തെ ഫൈബറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു വീഡിയോ ഞാൻ കണ്ട് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് പറയാറുണ്ട് ഫൈബർ മനുഷ്യന് ആവശ്യമില്ല, അത് പണ്ടത്തെ ആൾക്കാർ കഴിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമായിരുന്നു. പക്ഷേ മനുഷ്യന് ഫൈബർ എന്നുള്ള ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. കുറച്ച് വീഡിയോസ് വൈറലായി വരാറുണ്ട്. അതല്ല, ഇതിപ്പം ചില ഇതുണ്ട്. അതായത് ഉദാഹരണം ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ അതിലൊക്കെ വെച്ചാൽ നമ്മൾ ലോ ഫൈബർ ഡയറ്റാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ചില ആൾക്കാർക്ക് ഫൈബർ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫൈബർ ഇൻടോളറൻസ് ആയിരിക്കും. ഫൈബർ ഇൻടോളറൻസ് ഉണ്ടെന്ന് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഫൈബർ കഴിക്കാതിരിക്കേണ്ട ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഫൈബർ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് വയറ്റിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, കാരണം ഇപ്പം നമ്മൾ വയറ്റിൽ നിന്ന് പോകാനുള്ള മെഡിസിനായിട്ട് കൊടുക്കുന്നത് പോലും ഫൈബർ സപ്ലിമെൻറ്റ്സ് ആണ്. പലപ്പോഴും അതിപ്പം പലതരത്തിലുള്ള വയറ്റിൽ നിന്ന് പോകാനുള്ള മെഡിസിൻസ് ഉണ്ട്. എന്നാലും ഫൈബർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ഇതാണ്, ലാക്സേറ്റീവ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കൂടുതലായിട്ടും നമ്മളെ നോർമൽ ടോയ്ലറ്റിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഫൈബർ സപ്ലിമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയൊരു പേഷ്യൻ്റ് വരികയാണ്, ആൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു അറിവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് പൈൽസുള്ള ആൾ ഡോക്ടറെ ഒന്ന് കാണുകയാണ്. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും ഒരു ഡീറ്റെയിൽ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ടാവുക? നമ്മളിപ്പം ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേഷ്യൻ്റിൻ്റെ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളത് ചോദിക്കും. മിക്കപ്പോഴും ഫസ്റ്റ് വന്ന് പറയുന്നത് പൈൽസ് എനിക്ക് പൈൽസ് ആണെന്ന് പറയുന്നത്. അതായത് മലദ്വാരത്തിൻ്റെ അവിടെ എന്ത് അസുഖം ഉണ്ടെങ്കിലും പൈൽസ് ആണെന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ. അപ്പം ഡോക്ടറെ എനിക്ക് അവിടെ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ പൈൽസാണ്, ഇങ്ങനെയൊക്കെയാണ് വന്ന് പറയാം. അപ്പം ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ കൊളീഗ്സിനോട് ഞാൻ പറയാറുണ്ട്, പേഷ്യൻസ് എന്താണ് പറയുന്നതെന്നുള്ളത് കേൾക്കാം. നമുക്ക് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മലദ്വാരം പരിശോധിക്കുന്നവരെ നമ്മളൊരു ഡയഗ്നോസിലെത്തരുത്. കാരണം പലപ്പോഴും പൈൽസിൻ്റെ സിംറ്റംസ് നമ്മളിങ്ങനെ ചോദിക്കും, അപ്പോൾ ഇവർ അത് തന്നെ പറയും. പക്ഷേ അതൊരു പേഷ്യൻസിൻ്റെ കംപ്ലയിൻറ്റ് കേൾക്കുമ്പോഴത്തേക്കും നമ്മളങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇവർ പറയും. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക്, അതായത് പരിശോധിക്കാൻ എത്തുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് മലദ്വാര പരിശോധന, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറയുന്നത്, മലദ്വാര പരിശോധന എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ വരുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വരുന്നു, പേഷ്യൻ്റ് കംപ്ലയിൻറ്റ്സ് കേൾക്കുന്നു. കംപ്ലയിൻറ്റ്സ് കേട്ടതിന് ശേഷം നമ്മൾ മലദ്വാര പരിശോധനയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിശോധന എന്ന് വെച്ചാൽ മലദ്വാരത്തിനകത്ത് വിരലിട്ട് പരിശോധിക്കുന്ന ഇതാണ്. വിരലിട്ട് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഡിറ്റക്ഷനും ബാക്കി ഇതെല്ലാം റോഡ്. പ്രധാനമായിട്ടും മലദ്വാരത്തിനകത്ത് എന്തെങ്കിലും തടിപ്പുണ്ടോ, അതായത് ഹാർഡായിട്ടുള്ള എന്തെങ്കിലും മാസമുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വിരലിട്ട് പരിശോധിക്കുക. പിന്നെ എന്തെങ്കിലും ബ്ലീഡിങ്, കയ്യിലെന്തെങ്കിലും രക്തം പറ്റുന്നുണ്ടോ, ഇതെല്ലാം ഓരോ അസുഖങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇതിനെ പരിശോധിക്കുന്നത് ഡിഫറെൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ പരിശോധിക്കും. മലദ്വാരത്തിൻ്റെ ഉള്ളിൽ പരിശോധിക്കുന്നതാണ്, നമുക്കത് വീഡിയോ പകർത്താൻ പറ്റും. അതാണ് നമ്മുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ADS പ്രോക്ടോക്യാം എന്ന് പറഞ്ഞ ഡിവൈസ് നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പല പേഷ്യൻറ്റും ചിലപ്പം ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ, ഇപ്പം ഫിഷറൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള, അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മളത് പരിശോധിക്കാറില്ല. അപ്പോൾ ഇന്ന കണ്ടീഷനാണെന്ന് പറയുമ്പോൾ നമുക്ക് ഫിഷറാണ്, ഭയങ്കര ക്രോണിക് ആയിട്ടുള്ള ഫിഷറൊക്കെ ഉള്ള കണ്ടീഷനിൽ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള വരും. പെയിൻ ഉള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും പരിശോധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
മലദ്വാര പരിശോധന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ ഓഫീസ് റൂമിലെത്തിയിട്ട് നമ്മൾ അവർക്കത് വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഓക്കെ, എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ, ഇതാണ് ഇന്നത് കൊണ്ടാണ് ഈ രീതിയിലേക്ക് കണ്ടീഷൻ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും പൈൽസൊക്കെ ചെറിയ രീതിയിലുള്ള പൈൽസൊക്കെ എല്ലാ പേഷ്യൻസിനും കാണാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഫിഷറായിട്ട് വരുന്ന പേഷ്യൻസിനും ഇല്ലെങ്കിൽ ഫിസ്റ്റുലായിട്ട് വരുന്ന പേഷ്യൻസും ഒരിക്കലും അത് പൈൽസ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കണ്ടീഷനിൽ നമുക്ക് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതായത് പൈൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് ചികിത്സിക്കേണ്ടത്. പൈൽസ് ഉള്ളതുകൊണ്ട് വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാകണം നിർബന്ധമില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ IT പ്രൊഫഷണൽസ് അവർ കുറേ വർക്കിങ്ങിൽ ഭയങ്കര ഇരുന്നിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പൈൽസ് വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിങ്ങിൽ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ ബ്ലഡ് വെസൽസിനൊക്കെ കൂടുതലായിട്ട് പ്രഷർ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇഷ്യൽ ട്യൂബറോസ്റ്റി എന്ന് പറഞ്ഞ എല്ലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് ബട്ടക്സ് 2 സൈഡിലേക്കും സ്ട്രെച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ട്രെച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും അവിടെ ഒരു കൂടുതലായിട്ടുള്ളൊരു പ്രഷർ ഫീൽ ചെയ്യും. നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മളത് പറയാറെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുവാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റ് ചെയ്യും. ഇപ്പോൾ ലോങ് hours 3-4 hours കണ്ടിന്യൂസ് ആയിട്ട് സിറ്റ് ചെയ്യുന്ന അതൊക്കെയാണ് കൂടുതലായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ പറഞ്ഞ പോലെ തന്നെ ഈ IT പ്രൊഫഷണൽസ് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ, അതേപോലെ ഡ്രൈവർമാർ, അപ്പോൾ എന്നും ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, രാത്രി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ അസുഖം വന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ക്യൂർ ആവാൻ പറ്റും? നമുക്ക് ഇപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു ദിവസം എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഓരോ അസുഖത്തിനനുസരിച്ച് അത് വാരി ചെയ്യും. ഇപ്പോൾ പൈൽസിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് റിക്കവറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റാണ്. മേ ബി ഒരു 3-4 days ഇല്ലെങ്കിൽ മാക്സിമം ഒരു 1 week എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് റിക്കവറി ഓക്കെയാണ്. ഫിഷറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഫിഷർ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ഫ്രം day 3 onwards നമുക്ക് പോവാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലൊരു സെൻറ്റിനൽ ടാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യണം. സ്കിൻ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മലം പോകുമ്പോഴത്തേക്ക് പെയിൻഫുള്ളാണ്. നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. മേ ബി ഒരു 1 week കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എന്ത് അസുഖമാണെങ്കിലും നിങ്ങൾക്കൊരു 1 week കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ജോലിക്ക് പോവാം. അതായത് മലം പോകുമ്പോഴത്തേക്ക് ചിലപ്പം അവിടെ മലദ്വാരത്തിൻ്റെ അവിടെ മുറിവുള്ള കണ്ടീഷനിലാണ്, പോസ്റ്റ് സർജിക്കലി മുറിവുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ ഉണ്ടാവും. പെയിൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞിട്ട് ആ മുറിവ് ഉണ്ടാകുന്നതുകൊണ്ടാണ് മലം പോകുമ്പോഴത്തേക്ക് അത് തട്ടുമ്പോഴാണ് പെയിൻ ട്രിഗർ ചെയ്യുക. അത് ഗ്രാജുവലി അങ്ങനെ കുറഞ്ഞിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, 1 week കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ സാറ് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ ഫീൽഡിൽ. അപ്പോൾ ഈ പൈൽസ് അതേപോലെ ഫിസ്റ്റുല ഈ രോഗികൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന തെറ്റെന്തായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് മുമ്പായിട്ട്? പറഞ്ഞ സ്ട്രെയിൻ ചെയ്താണ് ടോയ്ലറ്റിൽ പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ശരിയായ രീതിയിൽ മലശോധന ശരിയായ രീതിയിലല്ല നടക്കുന്നത്. പലപ്പോഴും സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ കൂടുതലായിട്ട്. ഞാൻ ജസ്റ്റ് ഇത് പറയാം. എനിക്കിപ്പം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പേഷ്യൻസ് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. ഇവരുടെ എല്ലാം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രാവിലെ ഏർലി മോർണിംഗ് ജോലിക്ക് പോകേണ്ട ആൾക്കാരാണ്. ഇപ്പം മേ ബി ഒരു 1 hour മുന്നേ ഇല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ ആയിരിക്കും ഇവർ എഴുന്നേൽക്കുന്നത്. പല്ല് തേക്കും, കുളിക്കും, കക്കൂസി പോകും. കക്കൂസി പോകുന്നതെന്ന് വെച്ചാൽ ശരിക്കും തോന്നിയാലും പോകും, തോന്നിയില്ലെങ്കിലും പോകും. അതിൽ ഈ തോന്നാതെ പോകുന്നതാണ് കൂടുതലും ആൾക്കാർ. മിക്കവാറും ആൾക്കാർ ഡ്രൈവേഴ്സ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഇതൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ പല ചെയ്യുന്നതൊന്നുമില്ല, എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം മോൾസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഷോപ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, AC മെക്കാനിക്സ്, അങ്ങനെ ഇതാണെങ്കിൽ അവിടെ കൂടുതലും രാവിലെയാണ് ജോലിക്ക് പോകുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് അവർ സ്ട്രെയിൻ ചെയ്താണ് ടോയ്ലറ്റിൽ പോകുന്നത്. അപ്പോൾ ഈ സ്ട്രെയിൻ ചെയ്ത് ടോയ്ലറ്റിൽ പോകുന്നതാണ് ഈ ഒരു അസുഖം ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാരണം. ഫുഡിനേക്കാളും ഉപരി ടോയ്ലറ്റിൽ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ
ഇങ്ങനെ ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ മിത്തുകളുണ്ട് ഈ പൈൽസിന് റിഗാർഡിംഗ് ആയിട്ട്. സോ സാർ ഇതിൽ കേട്ട ഏറ്റവും വലിയൊരു മിത്ത് എന്തായിരിക്കും? ഇതാണ് ഞാൻ പറഞ്ഞു, ചിക്കൻ കഴിച്ചുകൂടാന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ള കാണുന്നതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ശരിയായ രീതിയിൽ മീൻസ് പലർക്കും ഒരു ധാരണയുണ്ട് ഒറ്റമൂലി കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണെന്നുള്ളത്. ഓക്കെ. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒറ്റമൂലി കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമൂലി എന്നുള്ളതല്ല, ഞാനൊരു മെഡിസിൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാം. നമുക്ക് എല്ലാ അസുഖങ്ങളും മെഡിസിനിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. മെഡിസിനിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജസ് ഉണ്ട്. അതായത് ഇപ്പം ഫിഷർ എന്ന് പറഞ്ഞ കണ്ടീഷൻ, അത് ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ നമുക്ക് മരുന്നുകൊണ്ട് ചികിത്സിക്കാം. ഇപ്പോൾ പൈൽസ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ സിംറ്റംസ് ട്രീറ്റ് ചെയ്യാം. അതായത് ഇപ്പം വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളതിന് നമുക്ക് മെഡിസിൻ കൊണ്ട് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കാം. ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് അങ്ങനെ കഴിക്കാം. പക്ഷേ എന്താണ്, പൈൽസ് മാറുന്നില്ല. അവിടെ പൈൽസ് ഉണ്ടാകുന്നുണ്ട്, അത് വലുതായിക്കൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ അത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് പ്യുവർലി സർജിക്കലായിട്ട് മാറ്റാൻ പറ്റുന്ന, അത് പിന്നെ നമ്മൾ ചെയ്യുന്ന ആയുർവേദ രീതിയിലുള്ള സർജറീസാണ്. അതല്ലാതെ നോർമൽ സർജറീസും ഉണ്ട്. സർജിക്കലി മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്നുള്ളത്. ഇനി സർജിക്കലി അല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിസ്റ്റുലാസ് ഉണ്ടായിരിക്കാം. അതെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും അസുഖമാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ക്യാൻസർ കൊണ്ട് ഫിസ്റ്റുല ഉണ്ടായി. അതായത് നമുക്കിപ്പം മലദ്വാരത്തിനകത്ത് ഏനൽ ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന ഫിസ്റ്റുല ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ സർജിക്കലി മാനേജ് ചെയ്യുക. അതല്ലാതെയുള്ള എന്തെങ്കിലും ഫിസ്റ്റുല ഉണ്ട്, അത് വേറെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് സെക്കൻഡറി ഫിസ്റ്റുല എന്ന് അതിന് പറയും. ഈ ഫിസ്റ്റുലാസ് ചിലപ്പം എന്ത് രോഗം കൊണ്ടാണോ ഈ അസുഖം ഉണ്ടായത് ആ രോഗം ട്രീറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം അവിടെ ഭേദമാകാം. ഇല്ലാതെ എന്ന് വെച്ചാൽ ഫിസ്റ്റുല എന്ന് വെച്ചാൽ പ്യുവർലി സർജിക്കലായിട്ടുള്ളൊരു അസുഖമാണ്. മനസ്സിലായി? അത് പലതരത്തിലുള്ള സർജറീസ് ഉണ്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ സാർ. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ വന്നപ്പോൾ നമ്മൾ എൻട്രിയിൽ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അറൗണ്ട് നമ്മൾ 8 months ആയി ആ ഒരു കോഴ്സിൽ. അപ്പോൾ സാറിന് കേരളത്തിൽ അറൗണ്ട് 3 ക്ലിനിക്സ് ഉണ്ട് ഓൾറെഡി. സോ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ഒരു അതായത് ക്വാളിറ്റി മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ക്ലിനിക്കിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പോൾ NABH അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലിനിക്കിൽ NABH കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്, NABH പോലെയുള്ള ക്വാളിറ്റി പ്രോഗ്രാംസിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നതാണെങ്കിലും നമുക്ക് അതുപോലെയുള്ള, അതായത് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ എന്താണ് നടക്കുന്നത് ഇതിലൊക്കെ ട്രെയിൻഡ് ആയി. ഇപ്പം നമുക്ക് ഒരിക്കലും ഇപ്പോൾ സാധാരണ ഒരു ഷോപ്പാണെങ്കിൽ നമുക്ക് ആരെങ്കിലും ഒരാളെ മതി. പക്ഷേ ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, നമുക്ക് കൂടുതലും ഇതുമായിട്ട് നോളജ് ഉള്ള ആൾക്കാരെ ആണ് നമുക്ക് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ അതുപോലെ നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്താണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സൊക്കെ ചെയ്ത ആൾക്കാരാണ് നമ്മൾ ഹയർ ചെയ്തേക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലിനിക്കിൽ ഇങ്ങനെ ഓപ്പണിങ്സ് വരാറുണ്ടോ? നമ്മൾ റെഗുലറായിട്ട് നമുക്ക് വരാറുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ക്ലിനിക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആണെങ്കിലും ക്ലിനിക്സിലൊക്കെ വേക്കൻസി വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് പലരും നമുക്ക്. കാരണം നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കോണ്ടാക്റ്റിലുള്ള ഇതല്ലേ. അപ്പം ഇതുപോലെ ഫ്രണ്ട് ഓഫീസിലേക്കും ബാക്കി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള വേക്കൻസിക്കൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ചോദിക്കാറുണ്ട്. എന്നോട് വേറെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ഡോക്ടേഴ്സും ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെയാണ് വേണ്ടത് എന്നുള്ളത്. സോ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഈ ഒരു സാറ് ജോലിക്ക് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സാറിന് നോക്കുന്നുണ്ടാവുക? ഒന്ന് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മീൻസ് ഒന്ന് സ്റ്റാഫ്സിനോടുള്ള പെരുമാറ്റമാണെങ്കിലും പേഷ്യൻസിനോടുള്ള പെരുമാറ്റമാണെങ്കിലും, പിന്നെ നമ്മുടെ
സോഫ്റ്റ്വെയർ നോളജ്. കാരണം നമ്മുടെ ഇപ്പം ക്ലിനിക്ക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി പേപ്പർലെസ് ആണ്. ഓക്കെ. അപ്പം നമ്മുടെ എന്താണ് ഒരു ബേസിക് സോഫ്റ്റ്വെയർ അവയർനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെഡിക്കൽ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വേണ്ട കുറച്ച് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഡ്രസ്സിങ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ താങ്ക് യു സർ. താങ്ക് യു ഫോർ മീ ടു ദ ഷോ. ഓക്കെ.